ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് സക്കുലൻസ് ചെടികളെ പറ്റിയാണ് പറയുന്നത്. വീട്ടിൽ ചെറിയ രീതിയിൽ പരിപാലിക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി സക്കുലൻസ് ചെടികളുണ്ട്. സക്കുലൻസ് ചെടിയൊക്കെ കുറച്ച് വെള്ളവും കൂടുതൽ പ്രകാശവും നല്ല ഡ്രെയിനേജും ഉണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ അത് ഒത്തിരി നാൾ വർഷങ്ങളോളം തന്നെ അത് ആരോഗ്യമുള്ള ചെടികളായിട്ട് വളരും. പല വെറൈറ്റി ടൈപ്പുകളുണ്ട്. നമുക്ക് വീട്ടിൽ നല്ല ഭംഗിക്ക് മോടി കൂട്ടാൻ ഈ ചെടികൾ ഭയങ്കര നല്ലതാണ്. നല്ല പല കളർ വെറൈറ്റികളിൽ ഇത് കാണപ്പെടും. ഇതിന് ഇലകളിലൂടെയും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയും, തണ്ടിലൂടെയും പ്രൊപ്പഗേറ്റ് ചെയ്യാം. നല്ലൊരു ആരോഗ്യമുള്ള ഇല തിരഞ്ഞെടുത്തിട്ട് അതിനെ മുറിച്ച് 2-3 ദിവസം അത് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിനെ എടുത്ത് ചെറിയ ഡ്രെയിനേജുള്ള മണ്ണിൽ പതിയെ ഒന്ന് ഊന്നി വെച്ചാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പുതിയ തൈ വരും. വാട്ടറിങ് അപ്പോൾ കുറച്ച് മാത്രം കൊടുത്താൽ മതിയാവും. വാട്ടറിങ് ഏറ്റവും കുറച്ച് മാത്രം മതി. പരിപാലിക്കുന്നതിൻ്റെ സൂര്യപ്രകാശം എന്ന് പറയുന്നത് 4-6 മണിക്കൂർ മാത്രം സൂര്യപ്രകാശം മതി. വെള്ളം ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. 2-3 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മാത്രം മതിയാവും. പക്ഷേ മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഡ്രെയിനേജുള്ള മണ്ണ് നോക്കി തന്നെയായിരിക്കണം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് ടൈപ്പ് സക്കുലൻസ് ചെടികളുണ്ട്. ഇത് വളർത്താൻ എളുപ്പമാവുന്നുണ്ട്. മിക്ക വീടുകളിലും അവർ വാങ്ങുന്നുണ്ട്. മിക്കുള്ളവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ക്രീപ്പർ ടൈപ്പാണ്. ഇതങ്ങനെ കാണുന്ന ടൈപ്പല്ല, പക്ഷേ നല്ല ഒരു ഇനമാണ്. അതേ കണക്ക് തന്നെ ഓഫീസുകളിലും നമുക്ക് അങ്ങനെയുള്ള നല്ല ഒരു ചേംബറിലൊക്കെ എപ്പോഴും വെക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്സാണ് ഈ സക്കുലൻസ്. പിന്നെ അതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മണ്ണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.